സാധാരണ ഈ മീറ്റിംഗിന്റെ നോട്ടീസ് കാണുമ്പോൾ പോലീസ് അധികാരികൾക്കുൾപ്പെടെ ഇതെന്താണിത് ജി സംഘ് ഒരു പരസ്പര വിരുദ്ധമായ ഒരു പേര് നിങ്ങൾക്കും പലർക്കും ചിന്ത തോന്നിയിരിക്കാം. ഗ്രഹാം സ്റ്റെയിൻസ് അനുസ്മരണം, ആത്മീയ മക്കൾക്ക് ഈ അനുസ്മരണം ഇതിന്റെ പ്രാധാന്യം എന്താണത്? ഓരോ വർഷം തോറും ഇങ്ങനെ മാലയിട്ട് ഒരാളിനെ പൂജിക്കുന്നു, ഇങ്ങനെയൊക്കെ തരത്തിലുള്ള ഇതെന്താണ് എന്നുള്ള സംശയം പലരുടെയും ഉള്ളത്തിലും തോന്നിയിരിക്കാം. ഇന്ന് ചിലപ്പോൾ അതേ ചിന്തയോടുകൂടെ നോട്ടീസ് കണ്ടും കേട്ടും വായിച്ച് നമുക്കും തോന്നൽ ഉണ്ടായിരിക്കാം. അതുമായി ബന്ധപ്പെട്ടതിന്റെ കാര്യങ്ങൾ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, ആദിമകാലം മുതൽ തന്നെ ലോകം ദൈവമക്കൾക്ക് അനുകൂലമല്ലായിരുന്നു. ക്രിസ്തീയത വളർന്നത് ലോക നിയമങ്ങളുടെയും ലോക ഭരണങ്ങളുടെയും ലോക ഭരണാധികാരികളുടെയും സംരക്ഷണത്തിലോ പ്രൊട്ടക്ഷനിലോ സഹായത്തിലോ അല്ലായിരുന്നു ആദിമ കാലഘട്ടങ്ങളിൽ വളർന്നത്. ഈ ഓരോ കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റുകൾ അതുമായി ബന്ധപ്പെട്ട് പലരും പറയാറുണ്ട്, ഈ ഗവൺമെന്റ് വന്നാൽ ക്രിസ്ത്യാനികൾക്ക് അനുകൂലമാണ്, ഈ ഗവൺമെന്റ് വന്ന് യുവമക്കൾക്ക് അനുകൂലമാണ് എന്നൊക്കെയുള്ള പല പദപ്രയോഗങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് സസൂക്ഷ്മം ചിന്തിക്കുമ്പോൾ ദൈവമക്കളുടെ അകത്തുള്ള ദൗത്യത്തിനും അവരുടെ മേൽ വീഴപ്പെട്ടിരിക്കുന്ന നിയോഗത്തിനും ഈ അധികാരികൾ എത്രത്തോളം അനുകൂലമായിട്ടുണ്ട് എന്നത് പുനഃപരിശോധിക്കേണ്ട വിഷയമായി അവശേഷിക്കുകയാണ്. ചിലർ നമ്മളെ സ്നേഹിക്കുന്നത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലയ്ക്കാണ്. എന്തു തന്നെയായിരുന്നാലും ആദിമ അനുഭവമായിരുന്നാലും ഈ കാലഘട്ടത്തിലെ സമകാലിക അനുഭവമായിരുന്നാലും ദൈവമക്കൾക്ക് അനുകൂലത ദൈവം മാത്രമാണ്. ദൈവം മാത്രമാണ്. ചെറിയ ഒരു ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്നാണ് നമുക്കുള്ള സന്ദേശം. ഭയപ്പെടേണ്ട എന്ന വാക്ക് അത് പറഞ്ഞത് ലോകാധികാരി അല്ല, നമ്മളെ നിർമ്മിച്ചവനും ഉരുവാക്കിയവനുമാണ്. ഭയപ്പെടേണ്ട എന്നുള്ള ഒരു വാക്കാണ്. ആ വാക്കിനകത്ത് ധ്യാനിച്ചാൽ ബൈബിൾ പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ മാറ്റി. ഒരു മനുഷ്യന് ആവശ്യമുള്ള കരുത്തും ഉന്മേഷവും ഊർജവും എല്ലാം ആ വാക്കിനകത്ത് സാരാംശമായി അടങ്ങപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ പുറം ആയി പ്രത്യേകിച്ച് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണം ഭാരതത്തിൽ വന്നതിന് ശേഷം ഓരോ ഗ്രാമത്തിലുള്ളവർ അവരുടെ മുണ്ടുകുത്തി ഉടുക്കുന്നതിൽ വരെ അവരുടെ ബോഡി ലാംഗ്വേജിൽ വരെ വ്യത്യാസം വന്നിരിക്കുന്നു. നല്ലതാണ്, അവരവരുടെ ഭരണങ്ങളൊക്കെ വരുമ്പോൾ അവർക്കൊരു ബോഡി ലാംഗ്വേജിൽ മാറ്റമുണ്ടാകണം. പക്ഷേ അത് ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിച്ചാകരുത്. ബലഹീനർ തിരിച്ചടിക്കില്ല, പ്രതികരിക്കില്ല എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ബലഹീനരോട് ഹൈന്ദവ മാർഗത്തിൽ പറഞ്ഞിരിക്കുന്നു, പരാക്രമം സ്ത്രീകളോടും ബലഹീനരോടും വരുത് എന്നാണ്. അപ്പൊ ബലഹീനരുടെ മേൽ അവർ തിരിച്ചു പ്രതികരിക്കില്ല. എന്നിട്ട് ഇപ്പോഴൊക്കെ അവർ ചിന്തിക്കുന്നു, ഇവർക്ക് തിരിച്ചു പ്രതികരിക്കേണ്ട കഴിവുണ്ടായിരുന്നിട്ടും ഇവരുടെ മാർഗം അത് അനുശാസിക്കാത്തത് കൊണ്ട് തിരിച്ച് തലയിൽ കയറുന്നവരുമുണ്ട്. ഇങ്ങനെ പലയിടങ്ങളിലും ദൈവദാസന്മാരും ദൈവമക്കളും സഭകളും പീഡനത്തിലൂടെ കടന്നു പോകുന്നു. അവർക്ക് ന്യായം നിഷേധിക്കപ്പെടുന്നു. വടക്കേ ഇന്ത്യയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പോലും വരാതെ പല സ്ഥലങ്ങളിൽ ദൈവമക്കൾ പീഡനം അനുഭവിക്കപ്പെടുന്നു. കോടതികളിൽ പോകുമ്പോൾ, പോലീസ് അധികാരികളിൽ പോകുമ്പോൾ, പഞ്ചായത്തുകൾ പോകുമ്പോൾ നമുക്കൊരു നീതി അവർക്കൊരു നീതി എന്ന നിലയിൽ അവർക്ക് ശബ്ദമുണ്ടാക്കാം. നമ്മൾ മൗനമായിരുന്ന് ആരാധിക്കണം. അവർക്ക് എന്തുമാകാം, നിങ്ങൾ മൗനമായിരിക്കണം. പോലീസ് പറയും, നിങ്ങളൊരു കേസ് കൊണ്ടുവരും, നിങ്ങളൊരു വിഷയം കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അപ്പോ പലതരത്തിലും ദൈവമക്കൾക്ക് ഒരു അനുകൂലത ലോകമണ്ഡലത്തിൽ നിന്ന് ലഭിക്കാത്ത ഒരു സാഹചര്യം പ്രത്യേകിച്ച് സംഘപരിവാർ ഭരണം ഏറ്റെടുത്തതോടനുബന്ധിച്ച് ഭാരതത്തിൽ ഉണ്ടാകപ്പെട്ടു. അതിനെ തുടർന്ന് തന്നെ പ്രത്യക്ഷമായി അങ്ങ് എവിടെയോ നടന്നു എന്ന് കേട്ടത് കേരളത്തിൽ നമ്മൾ കണ്ടു, കേരളത്തിൽ നമ്മൾ കേട്ടു, കേരളത്തിൽ നമ്മൾ അറിഞ്ഞു. എന്നിട്ട് പറയുന്നു, നമ്മുടെ പാസ്റ്റർ എലീഷ അവരെ തന്നെ ദാരുണമായി ഇവിടെ സംഘപരിവാറിന്റെ അനുയായികൾ പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു. അപ്പോ
ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അവരവർ കുടുംബം, മക്കൾ അവരൊക്കെ അനുഭവിച്ച് തീർക്കണമെന്നുള്ള ഗതികേടിൽ അവർ ഒതുങ്ങപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ക്രിസ്ത്യാനികൾക്ക് തുടർക്കഥയായി നടന്നുകൊണ്ടിരുന്നു. മറ്റു മതങ്ങൾ, മറ്റു പ്രസ്ഥാനങ്ങൾ അവരുടെ മാർഗങ്ങൾ തന്നെ അവർക്ക് അനുശാസിക്കുകയാണ്. നീ അടിച്ചിട്ട് വാ, നിനക്ക് വീരസ്വർഗം കിട്ടും. നീ കൊന്നിട്ട് വാ, വീരസ്വർഗം കിട്ടും. നമുക്കിവിടെ ആത്മാവിലെ ഒരു ജയവും അതീത ആത്മീക ജീവിതവും ജീവിക്കുന്ന ഒരുവന് സൗമ്യതയും സ്നേഹവും ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവന് നിത്യത കിട്ടുമ്പോൾ അവനെ കൊന്നിട്ട് വാ, അവനെ തട്ടിയിട്ട് വാ, പ്രതി നിനക്ക് സ്വർഗം കിട്ടും, വീരസ്വർഗം കിട്ടും എന്നുള്ള പ്രേരക ശക്തി അവന്റെ ഉള്ളിൽ തള്ളുകയാണ്. ആ ആവേശം കൊണ്ട് പലരും പല സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു. ഇന്ന് സംഘപരിവാർ മാത്രമല്ല, ഇന്നൊക്കെ നോക്കും മുസ്ലിം തീവ്രവാദങ്ങൾ തന്നെ ക്രിസ്ത്യാനികളെ പല സ്ഥലങ്ങളിൽ, ലോകത്ത് പലയിടങ്ങളിൽ പീഡിപ്പിക്കുന്നു, കൈവെട്ടുന്നു, ആശയപരമായി പീഡിപ്പിക്കുന്നു, അക്രമപരമായി പീഡിപ്പിക്കുന്നു. പക്ഷെ തിരിച്ച് ഇവർക്കെതിരെ അവർ പറയുന്നതിനേക്കാളും ആശയ മൂർച്ചയോടും അക്ഷരമൂർച്ചയോടും പറയുവാൻ ക്രിസ്ത്യാനികൾ പ്രബലപ്പെട്ട് മുൻപോട്ട് വരുമ്പോൾ അവർക്ക് തിരിച്ച് ആശയത്തിലൂടെയും ആശയത്തിലൂടെയും അക്ഷരത്തിലൂടെയും പ്രതികരിക്കാൻ പറ്റാതെ വന്ന് അവരെ ആക്രമിച്ച് അസഹിഷ്ണുതപ്പെട്ട് ആക്രമിച്ച് ഒതുക്കുവാൻ വേണ്ടി നോക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം കേട്ടും കണ്ടും അറിഞ്ഞപ്പോൾ യുവാക്കളായ ഞങ്ങൾ പല ദേവദാസ് പലയിടങ്ങളിൽ സംസാരിച്ച് അന്ന് ഭക്തന്മാർ എങ്ങനെ പോരാട്ടങ്ങളെ അതിജീവിച്ചു, പ്രശ്നങ്ങളെ അതിജീവിച്ചു, ഇങ്ങനെയൊക്കെയുള്ള പീഡനങ്ങൾ വന്നപ്പോൾ എങ്ങനെ അതിജീവിച്ചു, യേശുവിന്റെ അതിജീവന മാർഗം എന്താണ്, യേശുവിലേക്ക് തിരികെ നമ്മൾ തുടങ്ങി, യേശുവിന്റെ സന്ദേശം എന്തെന്ന് അറിയുവാൻ വേണ്ടി തുടങ്ങി. ജയ് എന്ന് പറയുന്നത് വിജയം എന്ന അർത്ഥമാണ്. മസി എന്ന് പറയുന്നത് മഷിക, രക്ഷകൻ എന്ന അർത്ഥമാണ്. സംഘ് എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ പോഷക സംഘടനയല്ല, അതൊരു ഹിന്ദി വാക്കാണ് സംഘം, ഒരുമിക്കുക. ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഭാരതത്തിൽ ജീവിക്കുമ്പോൾ അത് ഭൂരിപക്ഷത്തിന്റെ കുത്തകയല്ല ഭാരതം. ഭാരതം എല്ലാവർക്കും സ്വന്തമാണ് എന്ന അർത്ഥത്തിൽ ഭാരതീയ ആ ഒരു പച്ചയോടുകൂടെ ജയ് മസി സംഘം എന്ന് പറയുമ്പോൾ യേശുവിന്റെ ആശയം വിജയിക്കണം, യേശുവിടെ വെളിപ്പെടുത്തിയ ആശയം വിജയിക്കണം. അത് ആ ആഗ്രഹം, ആ ഒരു അനുഭവം ഞങ്ങളുടെ ഉള്ളത്തിൽ താല്പര്യമായി തോന്നി. അതൊരു കൂട്ടമായി ഞങ്ങൾ ഒരുമിച്ച് കൂടി ചിന്തിക്കുവാനും എങ്ങനെ യേശു അതിജീവിച്ചു പ്രശ്നങ്ങളെ. പലപ്പോഴും ഇതൊക്കെ കേൾക്കുമ്പോൾ കായികമായി പ്രതികരിക്കാൻ ഞങ്ങൾക്ക് ആവേശം വരുന്നു. അവരെക്കാളും അധികമായി പ്രതികരിക്കേണ്ട കായിക ശക്തിയും കായിക ബലവും ആൾസ്വാധീനങ്ങളും ഒക്കെയും ഞങ്ങൾക്കുണ്ട് എന്നുള്ള ചിന്ത ഞങ്ങളെ ബലപ്പെടുത്തുമ്പോൾ മറുവശത്ത് ഞങ്ങളുടെ മാർഗം മറ്റു മതത്തെ പോലെ താങ്ങുന്നില്ല. നീ പോയി ചെയ്യടാ, നീ അതേപോലെ പോയി ചെയ്യെന്ന് പറയുന്ന ഒരു പ്രേരക ശക്തി നമ്മളെ താങ്ങുന്നില്ല. അങ്ങനെയുള്ള ഒരു ആന്തരിക സമ്മർദ്ദത്തിൽ യുവാക്കൾ, ഒരു തലമുറ, ഈ കാലഘട്ടത്തിലെ തലമുറ ഒരു ആശയ സമ്മർദ്ദത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം കടന്നു വരുമ്പോഴാണ് ഈ ഒരു പ്രസ്ഥാനത്തെ തുടങ്ങുവാൻ ദൈവകൃപയാൽ ഇടവന്നത്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും മിഷണറി യാത്രയായിട്ട് പല സ്ഥലങ്ങളിൽ കടന്നു ചെന്നു. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ കടന്നു ചെന്നു. പീഡനം അനുഭവിക്കപ്പെടുന്നവർ, നിയമസഹായം ആവശ്യമുള്ളവർ, അവർക്കൊക്കെ ഞങ്ങളുടെ പ്രാപ്തിക്കൊത്തവണ്ണം, പ്രാപ്തിക്ക് മുകളിലല്ല പ്രാപ്തിക്കൊത്തവണ്ണം ഒക്കെ കൊടുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം ദൈവം അത് നടത്തുന്നു. പക്ഷെ ഈ ദിവസം ഗ്രഹാം സ്റ്റേൻസ് അനുസ്മരണം എന്ന ദിവസത്തെ എടുത്ത് അദ്ദേഹത്തിന് നിത്യതയും ആത്മാവിന്റെ ശാന്തി എന്നൊരു മാനുഷിക വാക്യ കവചം കൊടുത്ത് അലങ്കരിപ്പിക്കാൻ വേണ്ടിയല്ല. ഒരു ദൈവദാസൻ 25 വർഷത്തോളമായി കുടുംബമായി വിദേശത്ത് നിന്നിവിടെ കടന്നു വന്നു, ധാരണമായി പീഡനം അനുഭവിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം നമ്മൾക്ക് ഒരുമിച്ചിരുന്ന ഈ ആനുകാലികമായ അന്തരീക്ഷത്തിൽ സുവിശേഷത്തിൽ തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, നാം എന്തൊക്കെ പുനഃപരിശോധിക്കണം, എങ്ങനെയൊക്കെ നമ്മുടെ പ്രതികരണമായിരിക്കണം, നമ്മുടെ ആയുധം എന്തൊക്കെയായിരിക്കണം, ഏതു തരത്തിൽ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും, ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഏതു തരത്തിൽ ഈ പ്രതികൂലങ്ങളെ നമ്മൾ നേരിടണം എന്നുള്ള ചിന്തകളും ധ്യാനങ്ങളുമായി ഈ ഒരു ദിവസത്തിന്റെ പേരിൽ കൂടി വരുവാൻ വേണ്ടിയാണ്
ഈ ഒരു ദിവസത്തെ തന്നെ തിരഞ്ഞെടുത്തത്. ഈ ദിവസം ഇദ്ദേഹത്തെ മാത്രമല്ല, ആദിമ ഭക്തന്മാരൊക്കെ സാക്ഷിത്വം വഹിക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർക്കുവാനും, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ദൈവമക്കൾ ഈ പീഡനങ്ങളുടെ ഇടയിലൂടെ എങ്ങനെയൊക്കെ മുന്നേറണം, അതിജീവിക്കണം, അവരെ പോലെ നമ്മളും വാളെടുക്കണമോ, അവരെ പോലെ നമ്മളും പ്രതികരിക്കണമോ, അവരെ പോലെ നമ്മളും അവർ ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യണമോ, അവരിൽ ഒരുവരാണോ നമ്മൾ, അതോ അവരിൽ നിന്ന് വേറിട്ടവരാണോ നമ്മൾ? ഓരോ മതസ്ഥരും അവരുടെ മതത്തിന്റെ ചട്ടക്കൂടും അവരുടെ മതത്തിന്റെ നിലനിൽപ്പിനും വേണ്ടി അവരവരുടെ ആയുധങ്ങളും അവരവരുടെ മാർഗങ്ങളും വിനിയോഗിക്കുമ്പോൾ നമ്മുടെ നിലനിൽപ്പ്, പല ദേവദാസന്മാർ പലപ്പോഴും പറഞ്ഞൊരു വാക്കാണ്, നമ്മുടെ നിലനിൽപ്പ് കൂടെ നമ്മൾ നോക്കണം. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നു നമ്മുടെ നിലനിൽപ്പും നമ്മുടെതെല്ലാം നിത്യമാണ്, നിത്യതയാണ്. ഒരു വശം നമുക്ക് പള്ളിയിൽ കയറുമ്പോൾ, പ്രസംഗപീഠത്തിൽ കയറുമ്പോൾ നിത്യത നമ്മളെ ഞരക്കുന്നു. പ്രായോഗിക മണ്ഡലത്തിൽ പോകുമ്പോൾ അവരെ പോലെ വികാരവും കായിക ശക്തി നമുക്ക് വന്ന് പ്രതികരിക്കാൻ തോന്നുന്നു. ഈ രണ്ടിന്റെ ഇടയിൽ കിടന്ന് ഞരങ്ങപ്പെടുന്ന ഒരാത്മീക അന്തരീക്ഷം പല ക്രിസ്ത്യാനികളും പല ചോരത്തുടിപ്പുള്ള പയ്യന്മാർക്കും ഉണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? ഇതിന്റെ ഇടയിൽ നമ്മുടെ നിലപാട് എങ്ങനെയായിരിക്കണം? ആ നിലപാട് ഒരു അയഞ്ഞ നിലപാടില്ല, വ്യക്തമായ നിലപാട് എന്തായിരിക്കണം? അന്ത്യകാലഘട്ടത്തിൽ ദൈവമക്കൾക്ക് ആവശ്യം ഒരു തെളിവുള്ള ജീവിതമാണ്. ഒരു ഇമോഷണൽ, വികാരപരം, ഒരു എല്ലാവരെയും പോലത്തെ ഒരു ക്രിസ്തീയ ജീവിതം ഒരു മതജീവിതമല്ല. ഒരു തെളിവ്, ഞാൻ ആര്, ഞാൻ എന്തിനിവിടെ ആയിരിക്കുന്നു, ഞാൻ എവിടേക്ക് കടന്നു പോകും, എന്റെ ദൗത്യം എന്താണ്, എന്റെ ആയുധം എന്താണ്, ഞാൻ എങ്ങനെ പ്രശ്നങ്ങളെ കാണണം, എങ്ങനെ ഞാൻ അതിജീവിക്കണം, എങ്ങനെ ഞാൻ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാകണമെന്ന് പറയുന്നു, അതിന്റെ പ്രായോഗികത എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ സസൂക്ഷ്മം ചിന്തിപ്പാൻ ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം നമുക്ക് കൃപ തരട്ടെ.